ഇറാനെ പിടിച്ചു നിർത്താൻ ഇസ്രയേലിന് സാധ്യമല്ല എന്ന് അമേരിക്കയിൽ വെച്ച് നെതന്യാഹു, ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു വ്യംഗ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാന് ഒതുക്കാൻ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രങ്ങളെ ചേർത്ത് ഒരു അന്താരാഷ്ട്ര സഖ്യം വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ ഒരു രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു അന്താരാഷ്ട്ര സഖ്യം വേണമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാലം ഇറാനെ ഞങ്ങൾക്ക് സ്വന്തമായി ആക്രമിച്ച് കീഴടക്കി ഇല്ലാതാക്കാൻ കഴിയും, ഏത് നിമിഷവും ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്യും എന്ന് വീമ്പ് പറഞ്ഞിരുന്ന നെതന്യാഹു ആണ് ഇറാൻ എന്ന് പറയുന്നത് ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കക്കും ഭീഷണിയാണ്, പല രാഷ്ട്രങ്ങൾക്കും ഭീഷണിയാണ്, അതുകൊണ്ട് ഒതുക്കിയേ മതിയാകൂ, പക്ഷേ ഞങ്ങൾക്കാവില്ല, അതുകൊണ്ട് സഖ്യം വേണം. ആ സഖ്യമാണ് എബ്രഹാം സഖ്യം. ഈ സഖ്യം രൂപീകരിച്ച് ഇറാനെ ഒതുക്കണം. യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ ലെബനാനിലൂടെയും അതുപോലെ തന്നെ ഗസയിലൂടെയും യമനിലൂടെയും ഒക്കെ ഇറാൻ ഇല്ലാതാക്കുകയാണ്. എന്നാൽ ഇതിനോട് പ്രതികരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രയേൽ ഇല്ലാതാവുകയാണ്. ഇറാൻ ആ സമയത്ത് പുറത്തുനിന്ന്, ഗ്രൗണ്ടിന് പുറത്തുനിന്ന് ഇസ്രയേലിന്റെ പതനം കണ്ട് ചിരിക്കുകയാണ്. എന്നാൽ ഇത് സഹിക്കാൻ നെതന്യാഹുവിന് സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതിനിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോവിഡ് കാലഘട്ടത്തിന് ശേഷം നമ്മുടെയൊക്കെ കുട്ടികൾക്കുണ്ടായ വലിയൊരു പ്രശ്നമാണ് മൊബൈൽ അഡിക്ഷൻ, അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ. കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരുന്നാലും പ്രശ്നമാണ്, കൊടുത്താലും പ്രശ്നമാണ്. എന്നാൽ ഈ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലെ ഉമ്മമാർ തന്നെയാണ്. എന്നാൽ കുട്ടികളുടെ ഈ ഒരു അഡിക്ഷൻ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അവർ മൊബൈൽ കൊടുക്കാതിരുന്നാൽ വീട്ടിലാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്നാൽ മൊബൈൽ കൊടുത്താൽ പിന്നെ അവരെ മറ്റൊന്നിനും കിട്ടുകയില്ല. ഈ കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ സമമാണ്. എന്നാൽ അവരെ ഈ ഒരു അഡിക്ഷനിൽ നിന്ന് മോചിപ്പിക്കാൻ എന്താണ് വഴി? അതുപോലെ മറ്റൊരു ഭാഗത്ത് ആൺകുട്ടികൾ വീട്ടിലേക്ക് എത്താൻ വൈകുന്നു, അവർ ഡ്രഗിന്റെ അഡിക്റ്റുകളാകുന്നു. ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇതിനെ എങ്ങനെ പ്രതികരിക്കണം എന്ന കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് കൃത്യമായ അവബോധം നൽകുന്ന ഒരു കോഴ്സാണ് ത്വയ്ബ അക്കാദമി ഇപ്പോൾ സംവിധാനിച്ചിരിക്കുന്നത്. ഇതിൽ വീട്ടിലെ ഉമ്മമാർക്കും അതുപോലെ തന്നെ ഉപ്പമാർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളായി, ബാച്ചുകളായിട്ടാണ് ഈ കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഏകദേശം 3 മണിക്കൂർ ലൈവായ ക്ലാസ്സും പിന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിലുള്ള ഇന്ററാക്റ്റീവ് ക്ലാസ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക. വീട്ടിൽ വെച്ച് തന്നെ ഗൂഗിൾ മീറ്റ് വഴി അറ്റൻഡ് ചെയ്യാവുന്ന ഈ കോഴ്സിന്റെ ഒരു ബാച്ചിൽ 40 ആളുകൾക്കായിരിക്കും അവസരമുണ്ടാവുക. ഈ ക്ലാസ് ലീഡ് ചെയ്യുന്നത് നമുക്കൊക്കെ സുപരിചിതനായ ഡോക്ടർ അബ്ദുൽ ഹമീദ് കാരശ്ശേരി എന്നറിയപ്പെടുന്ന ഹിപ്നോ തെറാപ്പിസ്റ്റ് തന്നെയാണ്. അദ്ദേഹം കേരളത്തിനകത്തും പുറത്തും ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ധാരാളം പ്രശ്നങ്ങൾ വീട്ടിലും കുടുംബങ്ങളിലും അതുപോലെയുള്ള ധാരാളം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് അതിനെല്ലാം പരിഹാരം കണ്ടെത്തുന്ന ഒരു വ്യക്തി കൂടെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറുതായി ഒന്ന് കാണാം.
വളരെ കൃത്യമായ രൂപത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കമന്റുകൾ നൽകി അവരുടെ തലച്ചോറിന് കയ്യിലെടുക്കാൻ പറ്റുന്ന വ്യത്യസ്തമായ വിദ്യകളിലൂടെയാണ് സാർ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അവാർഡും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ ഈ അഡിക്ഷനിൽ നിന്നും സൈക്കോളജിക്കലായി എങ്ങനെ മോചിപ്പിച്ചെടുക്കാമെന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കും. കോഴ്സിൽ ചേരാനായി ഇതോടൊപ്പമുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ശീതയുദ്ധകാലത്തുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 2 ദിവസം മുമ്പാണ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കൽ ആണവ ബോംബറായ സ്റ്റെൽത്ത് വിമാനമായ B-1H എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട വിമാനം റഷ്യയുടെ വ്യോമ മേഖല ലംഘിക്കാൻ ശ്രമിക്കുന്നു. അതിന് പകരമായി റഷ്യയുടെയും അതുപോലെ ചൈനയുടെയും റഷ്യയുടെ Tu-92 എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ബോംബറാണ്. ഏകദേശം 15,000 കിലോമീറ്റർ ഏരിയയിൽ ആക്രമിക്കാൻ സാധിക്കുന്ന സ്ട്രാറ്റജിക് ബോംബറാണ് ഇതും. അതുപോലെ തന്നെ ചൈനയുടെ മറ്റു 3 യുദ്ധവിമാനങ്ങളുമാണ് അലാസ്കയിൽ, അതായത് അമേരിക്കയുടെ ഭാഗത്ത് അവരുടെ വ്യോമ അതിർത്തികൾ ലംഘിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ശീതയുദ്ധകാലത്തിന് സമാനമായ നീക്കങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് വേൾഡ് വാർ 3യിലേക്ക് എത്തിക്കുമെന്നാണ് ഈ സാഹചര്യങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ആണവ യുദ്ധങ്ങളെ കുറിച്ച് തന്നെയാണ് ഇവിടുത്തെ വൻ ശക്തികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആണവായുധങ്ങളിലൂടെ എങ്ങനെ തൊട്ടടുത്ത രാഷ്ട്രത്തെ ആക്രമിക്കാം, തിരിച്ചവർക്ക് ആക്രമിക്കാൻ കഴിയാത്ത വിധം എങ്ങനെ ആണവായുധം ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ വൻ ശക്തികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ വലിയ ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഇത്രയൊന്നും രാഷ്ട്രങ്ങൾക്ക് ആണവായുധങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉള്ള അമേരിക്ക അത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി ഒരു 3 വേൾഡ് വാർ സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സാഹചര്യമെന്ന് നമുക്ക് പറയാൻ പോലും കഴിയില്ല. അത്രയും വലിയ ദുരന്തമായിരിക്കും അത് ലോകത്തിന് സമ്മാനിക്കുക. കാലങ്ങളായി നമ്മൾ നേടിയെടുത്ത ടെക്നോളജികൾ, ആ ടെക്നോളജിയെ തന്നെ തകർക്കുന്ന ദുരന്തത്തിലായിരിക്കും കലാശിക്കുക എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.